12 വയസ്സ് ഒരു കുട്ടീനെ പീഡിപ്പിച്ച ഒരു 74-കാരൻ. 12 വയസ്സുള്ള ഒരു കുട്ടിയെ പറ്റി പറഞ്ഞൊരു കാര്യമാണത്. അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാം അറിയാവുന്നൊക്കെ. പരിധി വരെ വ്യക്തിഹത്യ ചെയ്യുന്ന ട്രോളുകൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കമന്റ്സും നമ്മൾ കാലാകാലങ്ങളായിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു റേപ്പ് കേസോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു റിലേറ്റഡ് കേസ് വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റ് എന്ന് പറയുമ്പോൾ ഒരു വിക്ടിം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ആൾക്കാരിടാൻ കൂടുതൽ. ഓൾമോസ്റ്റ് കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ രീതിയിൽ മോശമായിട്ടുള്ള കമന്റ്സ് വരുന്നത്. അത് ഇന്ന് 2025 ഉണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു റീസെന്റ് ഞാനൊരു പോസ്റ്റ് കണ്ടായിരുന്നു. 12 വയസ്സ് ഒരു കുട്ടീനെ പീഡിപ്പിച്ച ഒരു 74-കാരൻ ആളുടെ ഗർഭിണിയാക്കിയത്. DNA ആള് തന്നെയാണ് കാരണക്കാരനെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ അടിയിൽ ആളുടെ ഒരു കമന്റ് വളരെ മോശമായിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാം അറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല, എന്താണ് ആളിട്ട കമന്റ് എന്ന് പറയുന്നില്ല. 12 വയസ്സുള്ള ഒരു കുട്ടിയെ പറ്റി പറഞ്ഞൊരു കാര്യമാണത്. അതെ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് എല്ലാം അറിയാവുന്നൊക്കെ. അതും പീഡനം ലൈക്ക് അവര് തമ്മിൽ നടന്നു, കൺസെന്റോടെ നടന്നു, എന്തായാലും 12 വയസ്സുള്ള ഒരു കുട്ടിയാണത്. അപ്പൊ ആ കുട്ടിയെ പറ്റി പോലും മോശം പറയാൻ ഉള്ള ഒരു ധൈര്യമുള്ള ഒരു നാട്ടിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത്രയ്ക്ക് എന്തൊരു ഗട്ട്സ് ആണെന്ന് ആലോചിക്കണം. അതെ, അതുപോലെ തന്നെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. രാത്രി 12 മണിക്ക് എന്തോ കാമുകന്റെ കൂടെ പുറത്തുപോയ പെൺകുട്ടീനെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ. അതിന്റെ ഇടയിലെ കമന്റ് സെക്ഷനാണ് ശരിക്കും കാണണ്ടിരുന്നത്. എന്തിനാ അവൾ രാത്രി പുറത്തേക്ക് പോയി? ഞാൻ രാത്രിയൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് ഈ സമയത്ത്, അത് അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇങ്ങനെയുള്ള രീതിയിൽ ആ കുട്ടീനെ എങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ രീതിയിൽ മോശമാക്കിക്കൊണ്ടിരിക്കുക. രാത്രി അവിടെ ആ സംഭവം പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് എന്ത് പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് അവിടെ ഒരു ക്രൈം അല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യപ്പെട്ട് ഒരു പെൺകുട്ടി അവളെ റേപ്പ് ചെയ്തു. അവിടെ ആ കുട്ടിയെ ഹേർട്ട് ചെയ്ത് എത്രത്തോളം ആള് എന്തോരം സഫർ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അവിടെ കുറ്റം ചെയ്ത ആളെ നമുക്ക് എന്തെങ്കിലും പറയുന്നതിലൊരു അർത്ഥമുണ്ട്. അവിടെ ആ പെൺകുട്ടിയെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആൾക്ക് എന്ത് സുഖം കിട്ടുന്നു, എന്തോ മാനസിക വൈകൃതം, അല്ലെങ്കിൽ പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് തന്നെയാണോ ഇപ്പോഴും നിൽക്കുന്നതെന്നറിയില്ല. ഒരാണ് കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് വരുന്നത്. പക്ഷെ ഒരുപാട് അതിനെ സപ്പോർട്ടിലേക്ക് ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്. അതുണ്ട്, നല്ലൊരു വിഭാഗം ആൺകുട്ടികൾ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ ഇങ്ങനത്തെ കുറെ ഒരു വലിയൊരു വിഭാഗം ഇങ്ങനെയും ചിലരുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ച് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പഴയ കുറെ ആൾക്കാരുണ്ട്, അവരാണ് കൂടുതൽ പിന്നെയും ഇതിനെ മോശമായിട്ട് പറയുന്നേന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം FBയിലൊന്നും കേറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അറിയാലോ, പേഴ്സണലി നമുക്കറിയാവുന്ന ഒരു കേസ് അമ്മാവന്മാര് തന്നെയാണ്, യുവാക്കളല്ല. അതെ, നല്ല പ്രായമുള്ള ആൾക്കാരാണ് വൃത്തികെട്ട കമന്റുകൾ, അതായത് നമ്മളെ പറ്റി ഒന്നും പേഴ്സണലി അറിയാത്തവർ പോലും ജഡ്ജ് ചെയ്ത് അത് വളരെ മോശം. അവരുടെയൊക്കെ മക്കളെ പ്രായമുള്ളൂ ഈ പെൺകുട്ടികൾക്ക്, നമ്മളെ അടുക്കമുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ. എന്തായാലും ഈ പറയുന്നതിന് ഒരു മാന്യത പുലർത്താന്നുള്ള സംഗതി ഉണ്ട്. അത് പറയരുത്, അത് അവർക്ക് ഇല്ലാത്തോണ്ടാണല്ലോ. അത് നമ്മള് പ്രത്യേകിച്ച് പറഞ്ഞിട്ടും അതിനകത്ത് നമുക്ക് ഒന്നും ചെയ്യാനില്ല. കുറെ ഫേക്ക് ഐഡീസും ഉണ്ട്. കുറെ ഫേക്ക് ഐഡീസിൽ തന്നെ ഇതുപോലെയുള്ള കമന്റ്സ് വരുന്നുണ്ട്. മുഖം പോലും വെളിപ്പെടുത്താൻ ധൈര്യമില്ലാത്ത കുറെ ആൾക്കാരും ഉണ്ട് ഇതിന്റെ ഇടയിൽ. പിന്നെ കുറെ പ്രായമായ ആൾക്കാരും. എന്ത് സുഖാണ് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കുറെ ബ്ലെയിം ചെയ്തിട്ട് എന്ത് സുഖാണ് പറയുന്ന വാക്കുകള്. ഞാൻ ആലോചിക്കുന്ന ഇവരുടെ ഫാമിലിയിൽ ഇവര് കാണുന്നില്ല, ഇതാരും ഇവരുടെ വീട്ടുകാരും ഇത് കാണുന്നില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇത്ര ഫേസ് ഇല്ലാത്തത് കൊണ്ട്, ഇമേജ് കോൺഷ്യസ് ആയതുകൊണ്ടായിരിക്കും അവര് ഫേസ് റിവീൽ അല്ലാത്ത ഫേക്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ കേസ് കൊടുക്കേണ്ട പരിപാടിയാണ്. ശരിക്കും നിയമത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ട് വെക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് മറ്റേ ഗായത്രി സുരേഷ് ഇതിന്റെ ഈ ട്രോളിന്റെ ഇടയ്ക്ക് ഒരു ട്രോളുകൾ നിർത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പറഞ്ഞ ഇത് എന്തൊക്കെ മോശമായിട്ടാ പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഒരു നിയമം കൊണ്ടുവരേണ്ടതല്ലേ? ശരിക്കും ഒരു ശക്തമായിട്ടുള്ള ഒരു
നിയമം അല്ലേ ഇതിനെതിരെ കൊണ്ടുവരേണ്ടത്? ഈ ഒരു പരിധി വരെ വ്യക്തിഹത്യ ചെയ്യുന്ന ട്രോളുകൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കമന്റ്സും ഹണി റോസ് ചെയ്തത് ഏറ്റവും വലിയ, ആ സമയത്ത് ഒരു വിഭാഗം ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്ന പുരുഷന്മാർക്ക് ഒരു ഭയം തന്നെയായിരുന്നു. ഹണി റോസിനെ പോലെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എല്ലാവർക്കും. പിന്നെ ഇതുപോലെ റേപ്പ് വിക്ടിംസിനെ പറയുന്നതാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം. പക്ഷെ ഹണി റോസിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് കാണാൻ കൂടെ വേണ്ടിട്ടല്ലേ ഇവരെല്ലാരും കൂടെ തടിച്ചു കൂടുന്നത്? അതാണ്. താല്പര്യമില്ലാത്തവരെ പോവാതിരുന്നാ പോരെ, ഇല്ലെങ്കിൽ ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് കളഞ്ഞാ പോരെ, ആരും നിർബന്ധിക്കുന്നില്ലല്ലോ. ഇടുന്ന ആൾക്കാര് ഒരു കൂട്ടത്തിന്റെ ഇടയിലിരുന്ന് ഹണി റോസിനെ സ്ലട്ട് ഷെയിം ചെയ്യുന്നുണ്ടാവും, ഹണി ചേച്ചിയുടെ ഫോട്ടോ വേണമെന്ന് പറയുന്നവരുണ്ടാവും. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ പെരുമാറുന്നവര് ഇതേ ആളുടെ അക്കൗണ്ടിൽ ചെന്നിട്ട് വൃത്തികേട് പറഞ്ഞിടുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഈ എല്ലാവർക്കും നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കാണാതിരിക്കാനും ചെയ്യാതിരിക്കാനുള്ള എല്ലാ റൈറ്റ്സും നമുക്കുണ്ട്. പിന്നെ എന്ത് കാര്യത്തിന്, എന്ത് ബേസില് നിങ്ങൾക്ക് അഭിപ്രായം, നമ്മൾ എപ്പോഴും പറയാനുള്ളത് അഭിപ്രായം പറയുന്നതിലല്ല, അത് പറയുന്ന രീതിക്കാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ സ്ലട്ട് ഷെയിം ചെയ്യുന്ന രീതിയിൽ, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലൊന്നും കമന്റ് ഇടാനോ പോസ്റ്റ് ഇടാനോ ഉള്ള റൈറ്റ് ഇല്ല, ആർക്കും ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നല്ല ഭാഷയിൽ നല്ല രീതിക്ക് പറയാം, അതിന് ഒരിക്കലും ഒരു തെറ്റില്ല. അതാണ് റൈറ്റ്, നമ്മുടെ റൈറ്റ് ആണത്, അതാണ് റൈറ്റ് യഥാർത്ഥം. പക്ഷെ ഇത് ഇപ്പൊ കാണിക്കുന്നതൊന്നും നമുക്ക് അവകാശപ്പെട്ടൊരു കാര്യമല്ല. അതെ, എന്താന്ന് അറിയാണ്ടുള്ള കമന്റ്സ് അത് ജഡ്ജ് ചെയ്യുന്ന പോട്ടെ, അത് വൃത്തികെട്ട ഭാഷയില് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ചെയ്യാണ്ടിരിക്കാന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് റേപ്പ് വിക്ടിംസ് കടന്നു പോകുന്ന മാനസിക അവസ്ഥയുണ്ട്. അവരെ മെയിനായിട്ട് ഇപ്പം നമ്മുടെ ആക്രമിക്കപ്പെട്ട നടിയായാലും നിങ്ങൾ ആരെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളതല്ല. ഓക്കെ, നടന്റെ ഭാഗത്ത് ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം, അതൊക്കെ ശരിയാണ്, നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റില്ല. പക്ഷെ നടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇങ്ങനെ ഒരു സമയത്ത് അതൊരു നല്ല കാര്യം തന്നെ ആയിരിക്കും. ശരി, കൂടെ നിൽക്കേണ്ട, നിങ്ങൾ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ നടിയെ മാനസികമായിട്ട് തളർത്താതിരിക്കാൻ ശ്രമിക്കുക. അതിന്റെ അടിയിലും കുറെ കമന്റ്സ്. അതെ, നിങ്ങൾ എന്തിനാ നടിയോട് ഹെയ്റ്റ് വെക്കേണ്ട കാര്യം? ആക്രമിക്കപ്പെട്ട നടിയാ, സർവൈവറാണ്. അവരെ പോലെ നമ്മുടെയൊക്കെ ഒരു മോട്ടിവേഷൻ ആണ്, നമുക്കും കൂടെ വേണ്ടിയിട്ടാണ് അവര് ഇങ്ങനെ ഒരു ഇപ്പോഴും അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ പോകുന്നതും അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതും ലേഡിയാണ്. അതെ, അത് തെളിയിച്ചതാണ് ശരിക്കും. അവര് അത്രയും സ്ട്രോങ് ലേഡിയാന്ന് അവര് തെളിയിച്ചിരിക്കുകയാണ്. നമുക്ക് പോലും ഇല്ലാത്തൊരു ധൈര്യമാണ് ശരിക്കും അവര് കാണിച്ചത് തന്നെ. അവരെ വന്നിട്ട് ഈ വ്യക്തിഹത്യ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു മോശം കാര്യമാണ്. നിങ്ങൾ ആരുടെ ഫാൻ ആയിക്കോട്ടെ, സത്യം എന്തായാലും തെളിയും. അപ്പോ അതിന് കാത്തിരിക്കുക, ആരെയും ഹെയ്റ്റ് ചെയ്യാതിരിക്കുക, ആരായാലും. താങ്ക് യു.